ആഴിൻ ആഴങ്ങളിൽ. ഓരോ തിരയും കടന്നെത്തുന്ന മത്സ്യയാനങ്ങൾ. ഇത് ദൃശ്യങ്ങൾ മാത്രമല്ല, ജീവിതങ്ങളുമാണ്. മത്സ്യത്തൊഴിലാളിയുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കാർമൽ ഫ്രാൻസിസ്, കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശിയാണ്. നല്ലൊരു ദൈവവിശ്വാസി കൂടിയായ ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിക്കുകയായിരുന്നു. മത്സ്യബന്ധനത്തിനിടയിൽ നിരവധി അപകടങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ഇദ്ദേഹം ദൈവകൃപ കൊണ്ട് രക്ഷപ്പെട്ട അനുഭവങ്ങളും ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത അനവധി ആത്മീയ അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ആഴിയിൻ ആഴങ്ങളിലൂടെ മത്സ്യത്തൊഴിലാളിയായ കാർമൽ ഫ്രാൻസിസ്. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് കാർമൽ ഫ്രാൻസിസ്. ഞാനൊരു ഫിഷർമാനാണ്. ബോട്ടിൽ പോകുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എൻ്റെ കടലിൽ പോകുന്ന അറിവും കഴിവും കാര്യങ്ങളുമെല്ലാം നിങ്ങളോട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പരിപാടിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ സ്ഥലം, ഞാനിപ്പോൾ താമസിക്കുന്നത് സർക്കാർ വീട് തന്ന സുനാമി ഫ്ലാറ്റിൽ, ഓംചേരി മഠം സുനാമി ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം നീണ്ടകര കടപ്പുറത്താണ് എൻ്റെ സ്ഥലം, 8-ാം വാർഡ്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലം, ഞാൻ നീണ്ടകര അല്ല ജനിച്ചത്. ഞാൻ ജനിച്ചത് തിരുവനന്തപുരം പൂന്തറ എന്ന് പറഞ്ഞ കടപ്പുറത്താണ് ഞാൻ ജനിച്ചത്. അവിടുന്ന് എൻ്റെ അമ്മയപ്പനും ഇവിടെ കൊണ്ടുവന്ന് 2 വയസ്സിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ വളർന്നു 4 വയസ്സിൽ എന്നെ ഒരു സ്റ്റാർ സ്കൂളിൽ കൊണ്ടാക്കിയതാണ്. അതിനുശേഷമാണ് എൻ്റെ അമ്മയപ്പനും എന്നെ നോക്കിയത്. സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ എന്നെ ചേർത്തു. ഞാനവിടെ 4-ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് സെൻറ്റ് ആഗ്നസ് സ്കൂളിൽ എന്നെ 5-ാം ക്ലാസ്സിൽ ചേർത്തു. അവിടെ 7-ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഞാൻ അങ്ങോട്ട് 7-ാം ക്ലാസ്സിലോട്ട് ജയിച്ച് അവിടുന്ന് പഠിക്കാൻ തുടങ്ങി. 9-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിർത്തി ലീവിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫാദറിൻ്റെ കാലൊടിയുന്നത്. കാലൊടിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കടലിൽ പോകാൻ തുടങ്ങിയത്. അത് എന്നെ കൊണ്ടുപോയത് എൻ്റെ വല്യപ്പയാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. പറഞ്ഞാൽ കൊല്ലം കടലിലായിരുന്നു. ഇവിടുത്തെ കൊല്ലം കടലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25 നോട്ടിക്കൽ മൈൽ ദൂരം ഉള്ള രീതിയിലുള്ള ചെറിയ തൊഴിൽ. അന്നത്തെ കാലത്തുള്ള, അതായത് 94 കാലഘട്ടത്തിലുള്ള ചെറിയ തൊഴിൽ. ആ തൊഴിലാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായ വയറുരുട്ടലും ഛർദ്ദലും വരും. 1 വർഷം തുടർച്ചയായിട്ട് ഞാൻ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നമ്മുടെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ ആ ഛർദ്ദലെല്ലാം തടഞ്ഞ് ഒതുങ്ങി നിന്ന് നമ്മൾ ആ തൊഴിലിന് പോയി ഇപ്പോൾ ഈ സമയത്ത് വലിയൊരു തൊഴിലാളിയായി നമ്മൾ നിൽക്കുന്നത് ഫിഷർ മേഖലയിൽ. പക്ഷേ എൻ്റെ കൂടെ വന്നതിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ സമൃദ്ധി ബോട്ടെന്ന് പറഞ്ഞൊരു ബോട്ടുണ്ടായിരുന്നു. അത് അയാളുടെ ബോട്ട് മുതലുള്ള പേര് മുട്ടായി ബാബു എന്ന് അയാൾ അറിയുന്ന. അയാളുടെ ബോട്ടിൽ പോയപ്പോൾ ഇതിനൊക്കെ ഷീറ്റ് പൊട്ടി വെള്ളം കയറി. താഴ്വശം ഷീറ്റ് പൊട്ടി വെള്ളം കയറി താന്നു പോയി. ഏകദേശം നമ്മളിരിക്കുന്ന ഈ മട്ടന്നില്ലേ അത്രയും ലെവലിൽ, ഇഞ്ചിൻ്റെ ലെവലിൽ വെള്ളം വന്നപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടന്നൊരു ബോട്ടിനെ നമ്മൾ ലൈറ്റടിച്ച് കാണിച്ച് വിളിച്ച് അവരടുത്ത് വന്നു. അന്നേരം നമ്മുടെ ബോട്ടിൽ വെട്ടോ ലൈറ്റോ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഈ വെള്ളം കയറുമ്പം ഇൻവീറ്റർ, ബാറ്ററി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിച്ചു പോകും. ഇഞ്ചിൻ വരെ ഓഫാവുന്നതല്ലേ. അന്നേരം നമുക്ക് വെട്ടോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അന്നേരം അതിന് പകരം എന്ത് ചെയ്യുന്ന പഞ്ഞി എടുത്ത് കമ്പി കെട്ടി ഡീസൽ ഒഴിച്ച് പന്തം കത്തിച്ച് കാണിച്ചാൽ അത് അപകടമാണെന്നുള്ള കാര്യം നമുക്കറിയാൻ മറ്റുള്ള ബോട്ടുകാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരടുത്ത് വന്ന് നമ്മളെ കെട്ടി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 6 പണിക്കാരെ ആ ബോട്ടിലോട്ട് കയറ്റി ഞങ്ങൾ 3 പേര് മാത്രം ആ ബോട്ടിൽ നിന്ന്. എന്നിട്ട് ആ ബോട്ട് ഞങ്ങളെ കെട്ടി വലിച്ച് കൊണ്ടുപോയി കരയോട്ട്. ഏകദേശം 22 നോട്ടിക്കൽ മൈലായിരുന്നു. അന്ന് ബോട്ട് കിടന്നത് കായംകുളം പൊഴി പോലാണ് കിടക്കുന്നത്. ആ കായംകുളം പൊഴി പോലെ കിടക്കുന്ന ബോട്ട് കൊല്ലത്ത് കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 4.5 മണിക്കൂർ ബോട്ട് ഓടണം. കെട്ടി വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി മടങ്ങ് മണിക്കൂറാവും.
അങ്ങനെ വെള്ളം കോരി ഞങ്ങൾ കൊണ്ടുവന്ന വഴിക്ക് ഒരു ബോട്ട് അവിടെ അഴിമുഖത്ത് 9 മാറിൽ താന്ന്. അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തെന്ന് പറഞ്ഞ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ബോട്ടിൽ തന്നെ അങ്ങ് പോയത്. അയാൾക്ക് നീന്തറിഞ്ഞൂടായിരുന്നു. അത് ഈ കടൽ തൊഴിലെന്ന് പറഞ്ഞാൽ അതാണ് കാര്യം. ജീവൻ പണയം വെച്ചാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ ഒരു തൊഴിലാണ് കടലിലെ തൊഴിൽ. ഞങ്ങൾ അന്ന് 9 പേരുണ്ടായിരുന്നു ബോട്ടിൽ. ഞങ്ങൾ ബോട്ട് താരലേ എന്ന് പറഞ്ഞ് വേളാങ്കണ്ണി മാതാവിനെ വിളിച്ച് അതിഭക്തമായിട്ട് ഞങ്ങൾ നേർച്ച നേർന്നു. അന്ന് ഈ ബോട്ട് കരക്കൊണ്ടുവന്ന ആൾക്കാരെ കരക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം തന്നെ പൈസ ഷെയറിട്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വരുമെന്നു. അങ്ങനെ ഞങ്ങളെ 9 പേരെയും മാതാവായിട്ട് ഞങ്ങളെ കരക്കൊണ്ടുവന്നു. അതാ ദൈവം തമ്പുരാൻ്റെ കർത്താവിൻ്റെ മഹിമ, അതായത് മാതാവിൻ്റെ അമ്മയുടെ മഹിമയാണ് ഞങ്ങളെ കരക്കൊണ്ടുവന്നു. ഞങ്ങൾ പോവുകയും ചെയ്തു. മുതലാളി ഞങ്ങൾക്ക് 15,000 രൂപ തന്ന് ഞങ്ങളങ്ങനെ കാറ് പിടിച്ച് വേളാങ്കണ്ണി പോവുകയും ചെയ്തു. പോയി ഞങ്ങളുടെ നേർച്ചകൾ സാധിച്ചു. പക്ഷേ ആ മരിച്ച ആളുടെ കാര്യം ഏതുവാന്ന് അറിഞ്ഞില്ല. അയാളുടെ ബോഡി പോലും കിട്ടിയില്ല. പക്ഷേ അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മുതലാളി എല്ലാം ചെയ്തു. എല്ലാം ഡീറ്റെയിലായിട്ട് കറക്റ്റായിട്ട് ചെയ്തു. അന്നത്തെ കാലത്തെ ഇൻഷുറൻസ് പൈസയിൽ നിന്ന് മേടിച്ച് പകുതി പൈസ അയാൾക്ക് കൊടുത്തു. ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. ഒരു നൂൽക്കടയിൽ നിന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മാറിയാൽ പോയി. ഈ കടൽപ്പണി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാല് തെറ്റിയാൽ വെള്ളത്തിൽ വീണാൽ ജീവിതമില്ല. 2 ദിവസമൊന്നല്ല, 3 ദിവസമൊന്നല്ല, എത്ര ദിവസം നീ വെള്ളത്തിൽ കിടന്നാലും അതിൽ നിന്നും വലിഞ്ഞു കയറി കര വരാൻ പറ്റത്തില്ല. പക്ഷേ അതിനുള്ളൊരു സഹായത്തിന് ദൈവം പോലെ ഒരാൾ വന്നാൽ നിൻ്റെ സഹായം നിന്നെ നേടും. ഇതാണ് കാര്യം. മറ്റൊരാൾ പറയുന്ന കണക്ക് ശംഖെടുക്കുക, മുത്തെടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കടലിലെ തൊഴിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ അമ്മയുടെ നെഞ്ചത്ത് കിടന്ന് വേലയെടുക്കുന്ന ജോലിയാണ് അത്. കടലമ്മ എന്ന് പറഞ്ഞാലേ കരയെക്കാട്ടി ഏറ്റവും വലുതാണ് കടൽ. കര ഇച്ചിരിയുള്ളൂ, ഒരു കൈക്കുള്ളിലേക്കാണുള്ളത്. പക്ഷെ കടലെന്ന് പറഞ്ഞാൽ അതല്ല. കടലെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 3/4% കടലാണ്. ഭൂമി എന്ന് പറയുന്നത് ഇച്ചിരിയേ ഉള്ളൂ, കര 1/4% ഉള്ളൂ. കടലാണ് ഏറ്റവും വലുത്. അതും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇന്ത്യ ഭാരതത്തിൽ കിടക്കുന്ന വലിയ കടൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കടലാണ് അറബിക്കടൽ. ഈ കടലാണ്. മാതാവിനെക്കുറിച്ചുള്ള ഇഷ്ടം പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വർഷവും ഹാർബർ പൂട്ടുമ്പോൾ എൻ്റെ കുടുംബത്തോടെ ഞാൻ വേളാങ്കണ്ണി മാതാവിനടുത്ത് പോകും. ഈ പ്രാവശ്യം പോയി. ഞങ്ങൾ 5 പേര്, ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ 2 പെൺമക്കൾ, എൻ്റെ മോൻ, എല്ലാവരും മുടി കൊടുത്തു. അതേ കണക്ക് തന്നെ നമ്മളിപ്പോൾ ബോട്ടിൽ പോയി ഒരു വല വിടാൻ നേരത്ത്, ഇപ്പോൾ ഒരു വല നമ്മൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ വിടാൻ പോയാൽ അന്നേരം പ്രാർത്ഥിക്കുന്നത് ഈശോ മറിയം ജോസഫ് ആദ്യം ചൊല്ലും. അത് കഴിഞ്ഞ് വലയിൽ പിടിക്കുമ്പോൾ മാതാവേന്നേ വിളിക്കത്തുള്ളൂ. എൻ്റെ മാതാവേ, എനിക്കുള്ള പിച്ച തരണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് കടലിലോട്ട് വല എറിയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വല പിടിക്കാൻ വേണ്ടി തുടങ്ങത്തില്ലേ, അന്നേരം വിളിക്കുന്ന സ്വർഗസ്ഥനായ തമ്പുരാനെ, എനിക്കുള്ള പിച്ച തൊണ്ടല്ലോ എൻ്റെ വലയിൽ, എനിക്ക് തരണേന്ന് പറഞ്ഞ് നമ്മൾ വല പിടിക്കും. കിട്ടും. അതേ കണക്ക് തമ്പുരാൻ കർത്താവ് നമുക്ക് തരും. ഏകദേശം നമ്മളിപ്പം കടലിൽ ഇവിടുന്ന് കരയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും നോർമലായിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മൾ ഏകദേശം നമ്മുടെ ഈ കാണുന്ന മുട്ട് കണ്ടോ, ആ മുട്ട് കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് നേരെ പിതാവിനും പുത്രനും വെച്ച് കടലിലോട്ട് പോകും. കടലിലോട്ട് കുറച്ച് ദൂരം ഇങ്ങനെ ഒരു 10 നോടികൾ 15 നോടികൾ കഴിയുമ്പം ആൾക്കാരുടെ എല്ലാവരെയും മൈൻഡ് മാറും. മൈൻഡ് മാറുമെന്ന് പറഞ്ഞാൽ അവരവരെ ചിന്ത, ഞാൻ ചാവും, നീ ചാവും, മറ്റവൻ ചാവും. അന്നേരം അവർക്ക് വെള്ളത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു ഫീലിങ്സിന് വേണ്ടി അവരേ രീതിയിൽ സഹകരിച്ച് ഒതുങ്ങിയുള്ള രീതിയിൽ അവർ ജോലി ചെയ്തോളും. എല്ലാവരും സഹകരണം കാണും, എന്നാലും മനസ്സിൽ ആ ഒരു ഭയമുണ്ട് അവർക്ക് എല്ലാവർക്കും. ഇപ്പം എനിക്കായാലും ആ മനസ്സിൽ ആ ഒരു ഭയം കാണും. എന്നിട്ട് അതിൻ്റെ രീതിയിൽ നിന്ന്
തുച്ഛമേടോ രീതിയിൽ നിന്ന് ജോലി ചെയ്യും. അന്നേരം ചില ആൾക്കാരൊക്കെ തെറ്റൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള വഴക്കും കാര്യങ്ങളൊക്കെ പറയും. അതാണെങ്കിൽ തന്നെ നമ്മുടെ ഈ കരയിണക്കുള്ള കാലാവസ്ഥയല്ല കടലിൽ ചെല്ലുമ്പോൾ. കടലിൽ ചെല്ലുന്നുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ബോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തുള്ളൂ. ഈ രണ്ട് ഉള്ളം കൈ ഇരിക്കുന്നത് ഇങ്ങനെ ആടി പന്താടുന്ന കണക്ക് ആടി കിടക്കത്തുള്ളൂ. ചില ആൾക്ക് നെഞ്ചിൽ വേദനയും ഇങ്ങനെ വയറ്റിൽ അസ്വസ്ഥത, ഇങ്ങനെ ഛർദ്ദൽ വരും, പല കാര്യങ്ങളും. പക്ഷേ അത് പുറത്തോട്ട് കാണിക്കത്തില്ല ഈ ജോലി ചെയ്യുന്നവർ. അത് കണക്ക് തന്നെ മരണത്തിനോടും മല്ലിട്ടുള്ളൊരു ജോലിയാണ് കടൽ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നാച്ചുറലായിട്ട് ബോട്ട് ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് പ്രോഗ്രാം എടുത്ത് നോക്കണം. അന്നേരം അറിയാൻ പറ്റും. ആ ഒരു മനുഷ്യൻ ഇപ്പം എന്നെ എൻ്റെ കൈ തന്നെ വേണ്ട, കൈയുടെ വെള്ള ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട, ചുമന്ന് തുടുത്തിരിക്കുന്ന വേണ്ട. കാരണം എന്താ? എൻ്റെ ജോലി അതാ. അഴുക്കായാലും ഇഷ്ടം പോയ മലമായാലും എന്ത് സാധനമായാലും, ചെളിയായാലും കല്ലായാലും മണലായാലും മുള്ളെന്ന് പറഞ്ഞാൽ പോലും അതും നമ്മുടെ ഈ കൈ കൊണ്ടാണ് നമ്മൾ വാരി എല്ലാം ക്ലിയറാക്കി ഒതുക്കി ഈ മീനെ കൊണ്ടുവരുന്ന കര. മനസ്സിലായോ? ഇതാണ് സംഭവം. ഇപ്പം ഈ ഇടയ്ക്ക് ഈ ഹാർബർ തുറന്ന സമയത്ത് ഒരു ബോട്ട് തന്നായിരുന്നു. ആ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചൻ നടന്നു കിടന്ന സമയത്ത് അവർ ബോട്ട് ഓടിച്ചില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനോടുള്ള ഭയം. ജീവനുള്ള ഭയം എന്ന് പറഞ്ഞാൽ പകുതി മുക്കാൽ ആ ബോട്ടിൽ വെള്ളം കയറി കഴിഞ്ഞു. അന്നേരം ആ ബോട്ടിലുള്ള എല്ലാവരും ചിന്തിച്ചെന്താണ്? കര വരണം. അന്നേരം അടുത്തൂടെ ഓടി വന്നൊരു ബോട്ടിൽ അവരെല്ലാവരും കയറിയിട്ട് ഒരാൾ മാത്രം അവിടെ മിച്ചം നിന്ന്. ശ്രാങ്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ നിൽക്കും. അയാൾ നിന്നിട്ട് അയാളും അവസാനം സഖികെട്ട്, മനുഷ്യനല്ലേ, ഒരിക്കലും അയാളുടെ മരണത്തിനെ നേരിട്ട് കാണാനുള്ളൊരു ധൈര്യം കാണത്തില്ല ഒരിക്കലും ഒരു മനുഷ്യനും. അയാളും ബോട്ടിൽ കയറി. അന്നേരമാണ് ഞങ്ങൾ ആ സ്പോട്ടിൽ അവിടെ ഓടിയെത്തുന്നത്. ഞങ്ങൾ ആ സ്പോട്ടിൽ ഓടിയെത്തുമ്പോൾ ആ ബോട്ട് മുങ്ങിപ്പോയിട്ടില്ല. അവരങ്ങോട്ട് ആ ബോട്ടിലോട്ട് പോയി കരയോട്ട് പോയതും ഒരു 5 മിനിറ്റ് ശേഷം ആ ബോട്ടും നിശേഷം മുങ്ങിപ്പോയി. പക്ഷേ ഈ സമയത്ത് ആ തടി ബോട്ടിന് ഇൻഷുറൻസോ ഇല്ല, ഒന്നുമില്ല. 10 പൈസ പോലും കിട്ടത്തില്ല അവർക്ക്. അവരുടെ ആ കുടുംബത്തിന് ഏറ്റവും വലിയൊരു നഷ്ടമാണ്. എനിക്കല്ലെങ്കിലും ദൈവം തന്ന നല്ലൊരു കുടുംബമുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് മഞ്ജു മോൾ. എനിക്ക് 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. എൻ്റെ മൂത്ത മോള് BSc നഴ്സിംഗിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ആഞ്ചറക്കനാണ്. അയാൾ IT കഴിഞ്ഞ് ഇപ്പോൾ കാർ മെക്കാനിക് ഷോറൂമിൽ പോയാണ്. മൂന്നാമത്തെ മോള് +2 ഇപ്പോൾ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. ആൾ ഈ കടലിൽ പോകാനുള്ള ഊർജം കിട്ടുന്നതെന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി പോവുക. അന്നേരം ആ സമയം കൊണ്ട് നമ്മൾ മരണമെന്തോ അല്ലെ ജീവൻ എന്തോ നോക്കത്തില്ല. നോക്കുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ കുടുംബം, എനിക്ക് വേറെ തൊഴിലിന് പോകാൻ പറ്റത്തില്ല. അന്നേരം ഈ കടൽ തൊഴിലേ ഉള്ളൂ എനിക്ക്. അതിൻ്റെ പേര് എൻ്റെ കുടുംബം 10 രൂപ കിട്ടണം, ദൈവമേ എനിക്ക് പോകുന്നിടത്ത് അതിൻ്റെ ഉത്ഭവനം തരണേന്ന് പറഞ്ഞ് എൻ്റെ വൈഫ് എപ്പോഴും പടത്തിന് ഫ്രണ്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നെ വിടും. പക്ഷേ എന്നെ വിടുന്നെങ്കിലും പറയും എൻ്റെ അടുത്ത്, അച്ഛാ നോക്കിയും കണ്ടും പോണേ. അന്നേരം നമ്മൾ പറയും, പെണ്ണെ നീ വിഷമിക്കാതെ, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടോ, അതിനുള്ള വിധി നമുക്ക് തരും, നീ വിഷമിക്കാതെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി കടലിലിട്ടാൽ അതിനുള്ള വക നമുക്ക് തരും, നമുക്കുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഇത്രയും കിടന്ന കീഴ്വഴി കിടന്ന ആൾ, ഞാൻ എൻ്റെ 3 മക്കളെയും പഠിപ്പിച്ച് ഇത്രയും ഈ നിലയിലാവത്തില്ല ഒരിക്കലും. ഇതാണ് കടലിൽ ചെന്ന് കഴിഞ്ഞാലേ ദൈവം കോരി വാരി തരും. പക്ഷേ അത് കിട്ടിയാൽ ഒരിക്കലും അഹങ്കരിക്കരുത്. അത് കിട്ടുന്നത് വിനിയോഗിക്കുക കറക്റ്റായിട്ട്, നല്ല രീതിയിൽ ദൈവത്തിൻ്റെ അനുസരണയോടെ ചിട്ടയോടെ അടുക്കോടെ നിന്ന് നല്ല രീതിയിൽ വിനിയോഗിച്ചെടുത്താൽ അവൻ എന്നും കുന്നും ജീവനോടനെ ഇരിക്കും, നല്ല രീതിയിൽ ജോലിയും ചെയ്യാം.
സുനാമി വരുന്ന സമയത്തെ എൻ്റെ വൈഫിന് കറക്റ്റ് 9.5 മാസമാണ്. ഞങ്ങൾ ഇവിടെ അല്ല അന്നേരം താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് നീണ്ടകര പടിഞ്ഞാറ്, അന്നത്തെ 7ാം വാർഡെന്ന് പറയും. പടിഞ്ഞാറാണ് താമസിക്കുന്നത്. അന്നേരം ഞാൻ വീട്ടിലില്ല ഈ സുനാമി വരുന്ന ഡേറ്റിൽ. ഞങ്ങളന്നേരം അവിടെ ഒരു ബില്യൻ പപ്പ എന്ന് പറയുന്ന കട ഒരു അയ്യമുണ്ട്, ഒരു സ്ഥലം. അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ ചീട്ട് കളിയൊക്കെ ഉള്ളത്, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അത് ഈ കല്ലിട്ടിരിക്കുന്നതിൻ്റെ പറ്റയാണ് ഞങ്ങൾ ചീട്ട് കളിക്കുന്നത്. അന്നേരം ഞങ്ങൾ നോക്കിയപ്പോൾ ചെറുതായിട്ടിങ്ങനെ വെള്ളം പൊങ്ങി വരുന്നു. വെള്ളമേ കല്ലിൻ്റെ പറ്റ കൂടെ ചെറുതായിട്ടിങ്ങനെ വെള്ളം പൊങ്ങി വരുന്നു. അന്നേരം ഞങ്ങളെല്ലാവരും നോക്കി ഇതെന്താണ് വെള്ളം പൊങ്ങുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചു. അതെന്തെങ്കിലും ഏറ്റം കയറി വെള്ളം പൊങ്ങുന്നതാണെന്നിങ്ങനെ പറഞ്ഞു. പിന്നെയും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും വെള്ളം പൊങ്ങി. അന്നേരം ഡൗട്ട് തോന്നി ഒരു പയ്യൻ മേളിൽ കയറി നോക്കി പറഞ്ഞു, അണ്ണാ വെള്ളമെല്ലാം പോയി, ഇതാ പറ്റിക്കിടക്കുന്നത്, മീനൊക്കെ അവിടെ ഉണ്ടെന്ന്. ഞങ്ങളാ മീൻ പറക്കുക. ഞങ്ങൾ 2-3 മീൻ പറക്കി പിന്നെയും വെള്ളം വന്നു. ഓടി മേളിൽ കയറി. അങ്ങനെ ഓടി മേളിൽ കയറിയപ്പോഴാണ് ആ കല്ലിൻ്റെ പുറത്തുനിന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴേ നമുക്ക് മാത്രമല്ല എല്ലായിടത്തും മൊത്തത്തിൽ വെള്ളം പറ്റി കിടക്കുന്നു. അങ്ങനെ പേടിച്ച് ഓടി വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ അന്ന് വീടില്ല. ഈ അടിസ്ഥാനം കെട്ടിയിട്ടെ സർക്കാർ അന്നത്തെ 10 ലക്ഷം രൂപയുടെ ഫിഷറീസ് വകുപ്പിലുണ്ടായിരുന്നത് എൻ്റെ ഫാദറിന് കിട്ടിയ. അതിലാണ് വീട് വേണ്ടി അടിസ്ഥാനം മാത്രമേ കെട്ടിയിട്ടിരുന്നുള്ളൂ. വീടില്ല. ഒരു ചെറിയ പലക വരച്ച് ഇങ്ങനെ അതിനകത്ത് എൻ്റെ പെണ്ണും ഇരുന്നത്. അന്നേരം ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഓടി റോഡിലോട്ട് മാറി. വെള്ളം ഒരുപാട് കയറി റോഡിൽ വന്നപ്പോഴത്തേന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, അന്നേരം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്കൂളിലോട്ട് മാറാൻ പറഞ്ഞു. അങ്ങനെ സെൻറ്റ് ആഗൻസ് സ്കൂളില്ലേ അവിടെ കൊണ്ടുവന്നു. അതായത് 2024 അങ്ങനെ സ്കൂളിൽ കൊണ്ടുവന്ന് സ്കൂളിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പെണ്ണിന് വയറ്റുനോവ് വന്ന് ആളിനെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാണ് ആൾ ജനിച്ചത്. പക്ഷേ ജനുവരി 1-നാണ്. 26-ാം തീയതി സുനാമി വന്നു. ജനുവരി 1 കറക്റ്റ് 11:50 ജനിച്ച് മോള്. അന്നേരം ആ ഡോക്ടർ പറഞ്ഞ്, മോള് നിങ്ങളാരും ഒന്നുകൊണ്ടും പേടിക്കണ്ട, ലക്ഷങ്ങളെ കൊന്നിട്ടാണ് ഒരാൾ ജനിച്ചതെന്ന്. ഞാൻ ചോദിച്ചു, ഡോക്ടർ അതെന്താണ്? അത് സുനാമിയിൽ ഒരുപാട് പേര് മരിച്ചില്ലേ, അടുത്ത പുതുവർഷത്തിൽ ജനിച്ചത് കുട്ടി പെങ്കൊച്ചിതാന്ന്. ആകടെ പേരാണ് ജയ്ഷ മോൾ. അയാളാണ് ഇപ്പോൾ ബാംഗ്ലൂരുള്ളത്, BSc നേഴ്സിങ്ങിന് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ സ്പോർട്സ് താരമെന്ന് പറഞ്ഞാൽ ആ ആളാത്. ഒരുപാട് പറയാൻ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ, ഒരു സമയത്ത് ഞങ്ങൾ ബോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, ബോട്ട് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ കാറ്റ് വന്നു. കാറ്റെന്ന് പറഞ്ഞാൽ അത് ചുഴലിക്കാറ്റായിരുന്നു. ബോട്ടിനെ ആകപ്പാട് ഇങ്ങനെ പൊക്കി ചുറ്റി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരുന്നേ. അന്നേരം ഞങ്ങളുടെ ബോട്ടിൽ പോകുന്നൊരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. പ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 65 അല്ലെങ്കിൽ 67 വയസ്സ് കാണും അയാളിന്. അയാൾ പറഞ്ഞു, മക്കളെ ഇത് നമ്മളെല്ലാവരെയും കൊണ്ടുപോകാൻ പോയാ, ദൈവത്തെ വിളിച്ചോ ഞങ്ങൾ. അന്നേരം ഞങ്ങളെല്ലാം കൊച്ചു പിള്ളേരാണ്, അങ്ങേരെ മാത്രമേ ഉള്ളൂ പ്രായമായിട്ടുള്ളത്. അങ്ങേരെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും നിങ്ങൾ മുട്ടിപ്പായിട്ട് ദൈവത്തെ വിളി, അന്നേരം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേര് പോയി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുക. അത്രയ്ക്ക് കാറ്റും മഴയാണ് അന്നേരം വീഴുന്നത്. ഞങ്ങളും എല്ലാവരും ഭയന്ന് ഞങ്ങളതിനെ ബോട്ടിൻ്റെ ബാക്കിലോട്ട് ചെന്നിട്ട് എല്ലാവരും മുട്ടുകുത്തി ഇരുന്ന് ദൈവത്തെ വിളിച്ച് അന്ന് കണ്ടൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെയ്ക്കും അങ്ങനെ കണ്ടിട്ടില്ല. കടലിൽ കിടന്നാൽ അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരു കൊല്ലിയാൻ മിന്നി. കൊല്ലിയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലാഷ് അടിക്കുന്നുണ്ടല്ലേ, അതാണ് ഭയങ്കരമായിട്ടൊരു ഫ്ലാഷ് അടിച്ച് വെള്ളത്തിൽ വന്നിങ്ങനെ മുട്ടിയാണെങ്കിൽ തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ കാറ്റങ്ങ് പോയി. കാറ്റ് പോയി വെറും മഴ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വല പിടിച്ച് കൊണ്ടുവന്നപ്പം അതിലുണ്ടായിരുന്നു 50,000 രൂപയുടെ മീൻ. അന്നേരം അങ്ങേര് പറയുന്നത്, ഇത് കണ്ടോ മക്കളെ, നിങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചില്ലേ, ഇതാ കർത്താവിൻ്റെ അത്ഭുതം. നമ്മളിപ്പം കടലിൽ ജോലിക്ക് പോകുമ്പോഴേ ഒരാളിന് അറ്റാക്ക് വന്നാലോ, അല്ലെങ്കിൽ ഒരു കൈ മുറിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു കാല് മുറിഞ്ഞാലോ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡേ കാണത്തുള്ളൂ. അതേ കണക്കാണ് ഒരാളിനൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാൾ പറയാതെ നമുക്കറിയാൻ പറ്റത്തില്ല. പറഞ്ഞാലും അയാളിപ്പം പറയായിരിക്കും,
എനിക്ക് നെഞ്ചുവേനായിരുന്നു ബോട്ട് കരപ്പോട്ട് അന്നേരം മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നറിയോ? ഓ, അവരുടെ ജോലി പോയി, പോകാൻ പറ്റത്തില്ല, കരപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ഉൾപ്പെടുന്ന. അങ്ങനെ ഈ ഒരിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അങ്ങനെ മരിച്ച്. അയാൾ രണ്ട് വല ഫിഷിങ് ചെയ്തപ്പോഴത്തേന് തന്നെ എടുത്ത് ജോലിയെല്ലാം ചെയ്ത്. അത് കഴിഞ്ഞ് അയാൾ അങ്ങോട്ട് മാറി കോഫി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ, അയാളൊരു ഈ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കോഫി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അയാൾക്കൊരു ചെറിയ നെഞ്ചുവേന വന്നു. അന്നേരം അയാൾ പറഞ്ഞു, ഈ ബോട്ട് ഓടിക്കുന്ന ശ്രാങ്കിനോടെ പറഞ്ഞു, എനിക്ക് നെഞ്ചുവേനുണ്ട്, ചെറിയ നെഞ്ചുവേനുണ്ട്. അന്ന് അയാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഫ്രണ്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു, ബാക്കി ഒരാൾ നോക്കും ജോലി. പക്ഷെ അത് പറഞ്ഞത് ബുദ്ധിമുട്ടായിപ്പോയി. അയാൾ പോയി കിടന്ന് ഉറങ്ങി. ഇവിടെ ബാക്കിലുള്ളവർ അതറിയാതെ ജോലി ചെയ്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഈ റെസ്റ്റ് കിട്ടുന്ന ഒരു ഇച്ചിരി സമയം കാണുമല്ലോ. അങ്ങനെ റെസ്റ്റ് കിട്ടുമ്പോൾ ഫ്രണ്ടിലോട്ട് പോയി ചെന്ന് നോക്കിയപ്പം ആളിനെ വിളിച്ചിട്ട് ആളിന് അനക്കമില്ല. ആൾ വലപ്പുറത്ത് തന്നെ കിടന്ന് അറ്റാക്ക് വന്നു മരിച്ച് നമ്മൾ കര കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫിഷറീസ് വകുപ്പിലെ പോലീസുകാരുടെ എല്ലാം റിപ്പോർട്ട് കാണിക്കണം. പിന്നെ ഈ ബോട്ടിൽ പോകുന്ന ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒരേ കണക്ക് മൊഴി പറയണം. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പണിയാ എല്ലാവർക്കും. അയാൾ മരിച്ച്. പക്ഷേ അത് ആരുടെ ഒരു ദോഷകരണക്കാണെന്ന് നോക്കിയേ മരിക്കുന്നത്? ആ ബോട്ട് ഓടിക്കുന്ന ശ്രാങ്കിൻ്റെയും ബാക്കിയുള്ള തൊഴിലാളികളുടെയും. പക്ഷേ ബാക്കിയുള്ള തൊഴിലാളികൾ അങ്ങനെ ചിന്തിക്കാത്ത കാരണം എന്താണെന്നറിയോ? അവർക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അവരുടെ അന്നം മുട്ടും, അവരുടെ പല കാര്യങ്ങളും, കുടുംബത്തിലെ പല കാര്യങ്ങളും അവർക്ക് നിന്നുപോകും. അതാണ് അവരങ്ങനെ ചെയ്യുന്നത്. കടൽ മേഖലയിൽ അങ്ങനെയുള്ളൊരു തൊഴിലുണ്ട്. അത് നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ ഒരിക്കലും. ഏറ്റവും വലിയ റിസ്ക് കിട്ടുള്ള തൊഴിലാണ് കടൽ മേഖലയിൽ. ഇപ്പം തന്നെ ഈ നമ്മുടെ ഇപ്പോൾ അവിടെ ഒന്നില്ലേ, ആ ഗ്രൂപ്പിലൊരു ശ്രാങ്ക് മരിച്ച് ഇത് കണക്ക്, വേവി എന്നാ പേര്. അയാൾ ഇത് കണക്ക് സൈലൻ്റ് അറ്റാക്ക് വന്ന് ബോട്ടിൽ കിടന്നാണ് മരിച്ചത്. അന്നേരം തന്നെ ഓടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ല. കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്കുള്ള എന്ത് രോഗം വന്നാലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഒരിക്കലും. ചെറിയ പനിയോ അല്ലെങ്കിൽ പോലൊരു ജലദോഷമോ തലവേദനയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ടാബ്ലറ്റ് കഴിച്ച് നമുക്ക് ക്ലിയറൻസ് ആക്കാം. പക്ഷേ ഇങ്ങനെയുള്ള മേജറായിട്ടുള്ള വലിയ അസുഖങ്ങളൊന്നും കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്ന കണക്കുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ പല നേഴ്സുമാരോ ഒരാൾക്കാരും ഈ ഫിഷിംഗ് മേഖലയിലില്ല. ഇത്രയും നാളും എന്നെ കടലിലും കരയിലും കാത്തുകൊണ്ടുപോയ തമ്പുരാന് ദൈവത്തിനോട് നന്ദി പറയുന്നു.